In uniform electric field E equal to 10 Newton Coulomb as shown figure. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് ഇത് 10 ന്യൂട്ടൺ പെർ കൂളമ്പാണ്. ആസ് ഷോൺ ഫിഗർ ഫൈൻഡ് വി എ മൈനസ് വി ബി, വി ബി മൈനസ് വി എ. വി ബി മൈനസ് വി സി ആണ്, ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇത് മാറ്റുക വി സി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പറഞ്ഞില്ലേ വി എ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണം. അപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ് കേട്ടോ. ഒരു ലൈൻ നേരെ താഴത്തേക്ക് വരച്ചു. ഇനി പറയുന്നത് ഇവിടുത്തെ പൊട്ടൻഷ്യലും സെയിം ആണ്. അതായത് ഇവിടുത്തെ വി എ ആണെങ്കിൽ അതേ വി എ തന്നെയാണ് ഇവിടെ. എങ്ങനെയാണ് അങ്ങനൊരു അസംപ്ഷൻ ഞാൻ എത്തിയത്? ഞാനിവിടെ പറയുന്നത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണോ അതേ പൊട്ടൻഷ്യലാണ് ഇവിടെ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റിൽ എത്തിയത്? അതിൻ്റെ കാരണം ഇതാണ്. കാരണം നമുക്കറിയാം ഇ എന്ന് പറയുന്നത് എന്താണെന്നറിയാം, ഡി വി ബൈ ഡി എക്സ് ആണെന്നറിയാം. ഇത് ഞാൻ മുന്നേ വിശദമായിട്ട് പ്രോബ്ലത്തിൽ എടുത്തിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടിയും പറയുന്നു. ഈ ഡി വി ബൈ ഡി എക്സ് ആണ്. എവിടെയാണോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് അവിടെയാണ് ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് എക്സ് ഡയറക്ഷനാണെന്ന് വിചാരിക്കുക, അപ്പോൾ ഇത് വൈ ഡയറക്ഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും എക്സ് ഡയറക്ഷനിൽ മാത്രമേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളൂ. അതുകൊണ്ടാണ് എക്സ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ വൈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിൽ ഉണ്ട്, നോട്ട് ഈക്വൽ ടു 0 ആണ്, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇ വൈ എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്, അത് ഈക്വൽ ടു 0 ആണെന്ന് പറയാം. അതായത് വൈ ഡയറക്ഷനിൽ ഈ ഡയറക്ഷനിൽ എന്ത് ആക്ട് ചെയ്യുന്നില്ല, ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, എവിടെയാണോ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ് അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അതായത് ഈ 0 ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, വളരെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0. അപ്പോൾ ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അതായത് നമ്മൾ ഈ പോയിൻ്റ് എടുത്തു, അതിന് ഇപ്പുറത്തൊരു പോയിൻ്റ് എടുത്തു, ഈ രണ്ട് പോയിൻറ്റുകൾക്കിടയിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല. ഒന്നുകൂടി പറയാം, ഞാൻ ഇവിടെ പോയിൻ്റ് എടുത്തു, ഇവിടെ പോയിൻ്റ് എടുത്തു, ഈ രണ്ട് പോയിൻറ്റുകൾക്കിടയിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതെങ്ങനെയാണ് നമ്മളങ്ങനെ ആർഗ്യുമെൻറ്റ് ചെയ്തത്? കാരണം ഈ ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല എന്ന് മനസ്സിലായി. പക്ഷേ ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ടോ? കാരണം ഇവിടെ പൊട്ടൻഷ്യൽ ഉണ്ട്, ഇവിടെ ഉണ്ട്. കാരണം എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഈ പോയിന്റിലും പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ ഉണ്ട്, കാരണം സെയിം ആകണം. സെയിം അല്ലെങ്കിൽ എന്ത് പറ്റും, ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ലാണ്ട് 0 ആണെങ്കിൽ എന്ത് പറ്റും, അവിടെ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയാണോ അത് തന്നെയാണ് ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ, അത് തന്നെയാണ് ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ, അത് തന്നെയാണ് ഇവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. അതായത് ഈ ലൈനിൽ മൊത്തം പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആവണം. അപ്പോൾ ഈ ലൈൻ മൊത്തം എന്താണ്, പൊട്ടൻഷ്യൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോകുമ്പോൾ അതിന് പെർപെൻഡിക്കുലറായിട്ടുള്ള നമ്മൾ പ്ലെയിൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു 3D പിക്ചറായിട്ട് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ മറ്റൊരു പ്ലെയിൻ YZ പ്ലെയിനിൽ നിൽക്കുന്ന ഒരു സ്ഥലം പൊട്ടൻഷ്യൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഞാൻ 3D പിക്ചർ ഒന്ന് വരച്ച് നോക്കാം, നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് പ്ലെയിൻ നിൽക്കുന്നുണ്ട്. വേറെ കളറിൽ വരച്ച് നോക്കാം. ഇതാണ് അതിന് പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്ന പ്ലെയിൻ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ഇത് വരയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് എക്സിസ് ആണ്, ഇത് വൈ ആണ്, ഇത് 3D പിക്ചറാണ്, ഇത് സെഡ് ആണ്. അപ്പോൾ സെഡിൻ്റെ ഇത് നിൽക്കുന്നത് ഇങ്ങനെയാണ് നിൽക്കണമെന്ന് മനസ്സിലാക്കുക. അതായത് YZ പ്ലെയിനിലാണ് നിൽക്കുന്നത്, ഈ ഷീറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇവിടുത്തെ ഇതിനെ ത്രൂ ഔട്ട് സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ ഒറ്റ ലൈനിൽ കാണിക്കുകയാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഇവിടെ ഒക്കെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്, കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇവിടുത്തെ എത്രയാണോ അതിനാണ് ഇവിടെ വരെ എല്ലായിടത്തും കോൺസ്റ്റൻറ്റ്. അപ്പം നമുക്ക് ഈ പോയിന്റിലെയും ഈ പോയിന്റിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ ഈ പോയിന്റിലെയും ഈ പോയിന്റിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടാൽ മതി. അപ്പോൾ ഇവിടുത്തെ പകരം നമുക്ക് പോയിന്റ് ഇവിടേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്തത്. അതിൻ്റെ കാരണം ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ തന്നെയാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ. അപ്പോൾ നമ്മൾ നേരിട്ട് എളുപ്പവഴി കാണുകയാണ്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പോവുകയാണ്. എങ്ങനെയാണ് നമുക്ക് കാണാം? ഈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് -dV/dx ആണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് എത്ര, 10 ന്യൂട്ടൺ കൂളമ്പാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തു 10 -dV/dx. dx എന്ന് പറഞ്ഞാൽ ഈ ദൂരമാണ്. ഇത് 2 മീറ്റർ ആണെന്നറിയാം, ഇത് 60 ഡിഗ്രിയാണ്. ഇത് ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണല്ലോ.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് 1 മീറ്ററാണെന്നറിയാം. ഈ എക്കും ബിക്കും ഇടയിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്ററാണ്. അപ്പോൾ 1 കൊടുത്തു. അപ്പോൾ ഡി വി കിട്ടും എന്ത് കിട്ടി നമുക്ക്? ഡി വി എന്ന് പറയുന്നത് 10 × 1 എത്ര കിട്ടി? 10 വോൾട്ട് എന്ന് കിട്ടി. ഇനി അടുത്ത ചോദ്യം വി എ മൈനസ് വി ബി കാണാനാണ്. അതായത് ഇത് ഈ ഇവിടുത്തെ വാല്യൂ നിന്ന് ഈ വാല്യൂ മൈനസ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടുന്നത് മൈനസ് ആയിരിക്കും കിട്ടുക. കാരണം എന്താണ്? അതിൻ്റെ കാരണം ഇതാണ്, ഈ പോയിൻ്റ് നിന്നും ഈ പോയിന്റിലേക്കാണ് ഇലക്ട്രിക് ഫീൽഡ് ഒഴുകുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് കാണിച്ചത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ഇത് ഹയർ ആയിരിക്കണം, ഇത് ലോവർ ആയിരിക്കണം. അപ്പോൾ ഇത് ഹൈ ആണ്, ഇത് ഹയർ പൊട്ടൻഷ്യൽ. ഇത് ഏതിലാണ് നിൽക്കുന്നത്? ഇത് ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് ഹയറിൽ നിന്ന് ലോവറാണ് മൈനസ് ചെയ്താൽ നമുക്ക് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുക. ഇപ്പോൾ ഇവിടെ ഒരു 10 വോൾട്ട്, ഇവിടെ ഒരു 8 വോൾട്ട് ആണെങ്കിൽ ഇത് ഹൈ ആണ്, ഇത് ലോ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ 10 - 8 നമുക്ക് 2 ആണ് കിട്ടുക. പക്ഷേ നമ്മൾ 8 - 10 ആണ് കിട്ടിയത്, -2 ആണ് കിട്ടുക. അപ്പോൾ ഇത് ലോവർ, ഇത് ഹയർ ആണെന്ന് നമുക്കറിയാം. അതെങ്ങനെ മനസ്സിലായത്? ഇലക്ട്രിക് ഫീൽഡ് ഒഴുകുന്നത് ഇങ്ങനെയാണ് ഒഴുകുന്നത്, എക്സ് ഡയറക്ഷനിലേക്ക് ഒഴുകുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഒഴുകുന്നത് എങ്ങനെയാണ്? ഹയർ ടു ലോവറിലേക്കാണ് ഒഴുകുന്നത്. അപ്പോൾ നമ്മോട് ചോദിച്ചിരിക്കുന്നത് വി എ മൈനസ് വി ബി, അതായത് ഈ ഇവിടുത്തെ വാല്യൂ നിന്നും ഈ വാല്യൂ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് മൈനസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം നമുക്ക് കിടക്കാം. തിരിച്ചായിരുന്നെങ്കിലോ? വി ബി മൈനസ് വി ആണെങ്കിൽ നമുക്ക് പ്ലസ് എന്ന് എഴുതാം, കാരണം ഇത് ഹയർ ആണ്, ഇത് ലോവറാണ്. നമുക്ക് അടുത്തത് വി ബി മൈനസ് വി സി, ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതേ ഫോർമുലത്തിന് ഈ കിട്ടു ഡി വി ബൈ ഡി എക്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 10 ആണ്. ഡി വി എന്ന് പറയുന്നത് ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഇവിടെ 2 മീറ്ററാണ്. അപ്പോൾ 2 എന്ന് എഴുതി. ഡി വി എന്ന് പറയുന്നത് 2 × 10 എന്ന് കിട്ടി. എന്ത് കിട്ടി? നമുക്ക് 20 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 20 കിട്ടി. ഇവിടെ നമ്മൾ വി ബി മൈനസ് വി സി ആണ് കാണാൻ പറഞ്ഞത്, നമുക്ക് +20 എന്ന് എഴുതാം. ആ സമയത്ത് വി സി മൈനസ് വി ബി ആണ് കാണാൻ പറഞ്ഞത്, എന്ത് എഴുതാം? നമ്മൾ -20 എന്ന് എഴുതി. എന്തുകൊണ്ടാണ്? ഇത് ചെറിയ വോൾട്ടേജാണ്, ഇത് ലോ വോൾട്ടേജാണ്, ഇത് ഹൈ വോൾട്ടേജാണ്. അപ്പോൾ ലോ വോൾട്ടേജിൽ നിന്നും ഹൈ വോൾട്ടേജ് മൈനസ് എന്ത് കിട്ടും? നമുക്ക് നെഗറ്റീവ് ചിഹ്നം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ നെഗറ്റീവ് ചിഹ്നം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ഉപകാരപ്പെടുന്നത്. അപ്പോൾ ഈ പ്രോബ്ലം നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്. ഇതിൽ കുറേ ഐഡിയകൾ വരുന്നുണ്ട്. എല്ലാ ഐഡിയകളും നമുക്കൊന്ന് ഓടിച്ചെന്ന് പറയാം. ഈ കിട്ടും ഡി വി ബൈ ഡി എക്സ് എന്നുള്ള ഐഡിയ കിട്ടി. എവിടെയാണോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ളത് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഒരു ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ, ഒരു പ്ലെയിൻ വരച്ച് കഴിഞ്ഞാലോ ലൈനോ വരച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ് എന്നൊരു ഐഡിയ കിട്ടി. ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇതിന് ലൈൻ വരച്ച അവിടെയൊക്കെ പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണ് നമ്മൾ ഈ 2 പോയിൻ്റ് കിട്ടിയത്. ഇനി ഇപ്പോൾ ഒരു ഹയർ പൊട്ടൻഷ്യൽ ലോവർ പൊട്ടൻഷ്യൽ മൈനസ് ചെയ്ത്, ഹയറിൽ നിന്ന് ലോവർ ആണ് ചെയ്തെങ്കിൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടും. പക്ഷെ ലോവറിൽ നിന്ന് ഹയർ ആണ് കണ്ടു ചെയ്തെങ്കിൽ നമുക്ക് എന്നിട്ട് നെഗറ്റീവ് വാല്യൂ കിട്ടും. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം.